വെൽക്കം ടു ഷൈൻസി ആൻഡ് ആർട്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗ്രാനി സ്ക്വയർ കൊണ്ട് എങ്ങനെയാണ് ബാഗ് ചെയ്യേണ്ടതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഫൈനൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാഗിന് എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈനിങ് വന്ന് നമ്മൾ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു മാഗ്നറ്റിക് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. അതും സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്ന മാഗ്നറ്റിക് ബട്ടൺ ആണ്. ഇന്നത്തെ വീഡിയോ ഫൈനൽ വീഡിയോ ആണ്. ഇതിനു മുൻപ് ഞാൻ വന്ന് 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാനി സ്ക്വയർ ചെയ്യുന്നത് തൊട്ട് ഗ്രാനി സ്ക്വയർസ് കൊണ്ട് ബാഗിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന വരയ്ക്കുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി നോക്കിക്കോളാം കേട്ടോ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ബാഗിന് ലൈനിങ് ക്ലോത്ത് എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ ക്ലോത്ത് ആണ്, കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോട്ടൺ അല്ലെങ്കിൽ നൈലോൺ ക്ലോത്തും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ബാഗിന് ക്ലോത്തിൻ്റെ മുകളിൽ ഇടണം. അതിനു മുന്നേ നമുക്ക് ബാഗിൻ്റെ ക്ലോത്ത് ഫസ്റ്റ് വന്ന് നല്ലതുപോലെ അയൺ ചെയ്ത് വേണം എടുക്കേണ്ടത്. ചുളിവൊക്കെ മാറ്റിയിട്ട് ക്ലോത്തിൻ്റെ ചുളിവൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ അയൺ ചെയ്തെടുക്കണം. എടുത്തിട്ട് ആ ക്ലോത്തിൻ്റെ പുറത്ത് ബാഗിന് നമുക്ക് വയ്ക്കണം. ഞാൻ വന്ന് 2ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയാണ് ഞാൻ വിരിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് ബാഗിനെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് കണ്ടോ, ഞാൻ 2ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം. ബാഗിനെ പ്ലേസ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ആദ്യം നമുക്ക് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. ക്ലോത്തിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം. ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യേണ്ടത്. ആ 1/2 ഇഞ്ച് വിടുന്നത് എന്തിനെന്ന് വെച്ചാൽ സൈഡ് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ചോളം വിടുന്നത്. വിട്ടിട്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്യണം. ബാഗിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പെൻസിൽ മാർക്കിൻ്റെ മുകളിൽ കൂടി സിസർ വെച്ച് ക്ലോത്തിനെ കട്ട് ചെയ്തെടുക്കുക. ബാഗിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ വേണം കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ച് ലൈനിങ് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴെ വന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ല. സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വന്ന് ലൈനിങ് വന്ന് ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. മെഷീൻ ഉള്ളവർക്ക് മെഷീൻ യൂസ് ചെയ്തും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മെഷീൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതും ലൈനിങ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ലൈനിങ്ങിനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോവാം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലൂ കളർ യാൺ എടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളർ യാൺ ഉണ്ടെങ്കിലും അതെടുക്കാവുന്നതാണ്. ഓഫ് വൈറ്റ് കളർ യാണ് യൂസ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണില്ല, അതുകൊണ്ടാണ് ഞാൻ വന്ന് ലൈറ്റ് ബ്ലൂ കളർ യാണ് എടുത്തിരിക്കുന്നത്. യാണ് ഞാൻ 3 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്.
സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ചെറുതായിട്ടൊരു നോട്ട് ഇടാം, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒന്ന് സെക്യൂർ ആയിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നോട്ട് അവിടെ തന്നെ ഒന്ന് ഇങ്ങനെ കൊടുക്കാം ഫസ്റ്റ്. എന്നിട്ട് വീണ്ടും താഴേന്ന് മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് കുറച്ച് പ്ലേസ് വിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. കറക്റ്റായിട്ട് ബാക്കും ഫ്രണ്ടും കറക്റ്റ് പ്ലേസിൽ വേണം വയ്ക്കാനായിട്ട്. ഈ ഇപ്പം കുത്തിയെടുത്ത പ്ലേസിൽ തന്നെ തിരിച്ചും ആ സെയിം പ്ലേസിൽ കുത്തിയിട്ട് കുറച്ച് സ്പേസ് വിട്ട് ഇവിടുന്ന് കുറച്ച് സ്പേസ് വിട്ട് മുകളിലോട്ടൊന്ന് കുത്തിയെടുക്കണം. ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ട, ബാക്ക് കാണാൻ ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. വീണ്ടും അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരിക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. സ്റ്റിച്ച് ഇട്ട് ആ സെയിം ലാസ്റ്റ് സ്റ്റിച്ച് കുത്തിയില്ലേ, ആ സെയിം പ്ലേസിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് നീക്കി ഇങ്ങനെ കുത്തിയെടുക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ കാണാൻ ഇങ്ങനെ ഇരിക്കും. ഈ സെയിം സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്ത് ഈ ഷേപ്പിലോട്ട് ചെയ്ത് ഇവിടെ വരെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ, ഈ പ്ലേസ് വരെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഈ വി ഷേപ്പ് വരുന്ന ഈ വി ഷേപ്പ് ഇവിടെ നമുക്ക് മടക്കി വെച്ചിട്ട് ബാഗിൽ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ വരെ ഈ മാർക്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഈ പ്ലേസ് നമുക്കിവിടെ ഈ വിയുടെ സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഈ മാർക്ക് വരെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും താഴേന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ പ്ലേസ് വരയ്ക്കും ചെയ്താൽ മതി. ബാക്കി ഈ സൈഡ് വന്ന് നമ്മൾ ബാഗിലാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വരയ്ക്കും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെയിം സ്റ്റിച്ച് ഈ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ എൻഡ് ചെയ്ത് ഈ സ്റ്റിച്ച് എൻഡ് ചെയ്ത പ്ലേസിൽ ഇങ്ങനെ കുത്തിയിട്ട് ഈ നൂല് സ്റ്റാർട്ടാവുന്ന പ്ലേസിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് സൂചി കുത്തി ഇങ്ങനെ പൊക്കിയെടുക്കണം. ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സെയിം പാറ്റേൺ സെയിം സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങിൻ്റെ ഔട്ടർ പാർട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കാണാം. ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് മാത്രം, മുകളിലത്തെ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിനെ ബാഗിൻ്റെ അകത്ത് വയ്ക്കാം. ബാഗ് എടുത്തിട്ട്
ബാഗിൻ്റെ ഉള്ളിലോട്ട് ഈ ലൈനിങ്ങിനെ ഇങ്ങനെ കയറ്റി വെക്കണം കേട്ടോ. അകത്തോട്ട് കയറ്റി വെക്കണം. ഈ മുകളിലത്തെ പാർട്ട് മാത്രം പുറത്തിങ്ങനെ വരണം, കാരണം നമുക്കിനി ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇതുവരെയുള്ള പീസ് വന്ന് ഇവിടെ വരെയുള്ള പീസസ് വന്ന് അകത്തോട്ടാവണം. ഇങ്ങനെ കറക്റ്റായിട്ട് അകത്തോട്ട് വെക്കണം. നല്ലതുപോലെ അകത്തോട്ട് വച്ചിട്ട് ഇനി നമുക്ക് ഈ പ്ലേസിൽ കറക്റ്റായിട്ട് ഇവിടെ ഈ പാർട്ടിനെ ഇങ്ങനെ മടക്കി നമുക്ക് പിൻസ് വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ പിൻസ് എടുക്കണം. പിൻസ് എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് മടക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഒരേ അളവിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പിൻസ് വെച്ച് നടുക്ക് ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോഴേ ഇവിടെ നമുക്ക് മടക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മടക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇങ്ങനെ ഓരോരോ പിൻസ് വെച്ച് കുത്തി കുത്തി വരണേ. ബാഗ് ഫുള്ളായിട്ട് കുത്തണം, സൈഡ് ഫുള്ളായിട്ട്, ബാഗിൻ്റെ സൈഡ്സ് ഫുള്ളായിട്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടും പിൻസ് കുത്തിയിട്ട് കാണാം കേട്ടോ. പിൻസ് കംപ്ലീറ്റ് ആയിട്ട് കുത്തിയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതേപോലെ മടക്കി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പിൻസ് കുത്താം. ഈ സൈഡ് എത്തുമ്പോഴും ഇതേപോലെ ഈ ഷേപ്പിൽ തന്നെ മടക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് വരുമ്പം ഒരു ചെറിയൊരു കട്ടിങ് ചെയ്തിട്ട് വേണം ഇങ്ങനെ മടക്കി എടുക്കാനായിട്ട്. ഇതുപോലെ മടക്കിയിട്ട് പിൻസൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബാഗിന് ചുറ്റും പിൻസ് കുത്തി വച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ബ്ലൂ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അടിയിൽ നിന്ന്, ക്ലോത്തിൻ്റെ അടിയിൽ നിന്ന് വേണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇനി ഈ ക്ലോത്തിൻ്റെ പുറത്തുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. യാണിൽ നിന്നും ഈ ക്ലോത്തിൻ്റെ ഇങ്ങനെ കുത്തിയെടുക്കണം കേട്ടോ.
ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയേ. ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ ചെയ്യാനായിട്ട് നോക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുക കേട്ടോ, ഇളകിയൊന്നും പോരില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയുള്ളൂ. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. ഫുള്ള് ബാഗിന് ചുറ്റും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു വന്നിട്ട് പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യണം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യണം, പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇത് കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇതിനെ പിടിച്ചിട്ട് വേണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളാം. ഇവിടെ ഈ പാർട്ട് ഉണ്ടോ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്യണം, പിന്നെ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് ഈ സെയിം സ്റ്റിച്ച് തന്നെ ചുറ്റും ചെയ്തിട്ട് വരണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരുവിധ ഐഡിയ കിട്ടിക്കാണുമല്ലോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ബാഗും സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ബാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈനിങ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു മാഗ്നറ്റിക് ബട്ടൺ കൂടി വച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന മാഗ്നറ്റിക് ബട്ടൺ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കിയത്, ബാഗിന് ലൈനിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്ന് വന്ന് ഫൈനൽ വീഡിയോ ആണ്. ബാഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാഗിനുള്ളിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ കൊണ്ട് ടോട്ട് ബാഗ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ പേർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വളരെ ഭംഗിയായിട്ട് ക്ലാസി ലുക്കായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.